പത്രോസും അപ്പസ്തോലൻ പൗലോസും നൽകിയ ദൈവവചനം വരമൊഴിയായി കേട്ടു വളർന്ന ഞങ്ങൾക്കിന്ന് ആനന്ദം ആനന്ദം ഞങ്ങൾക്കിന്ന് ആനന്ദം 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 ഞങ്ങൾക്കിന്ന് ആനന്ദം. പ്രൈസ് ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കഴിഞ്ഞ ശുശ്രൂഷയിൽ ദൈവകൃപയുടെ 5 മേഖലകളെക്കുറിച്ച് വചനത്താൽ ദൈവം നമ്മെ പഠിപ്പിച്ചു. ഇനി ദൈവകൃപ നഷ്ടമാകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നും ദൈവകൃപ ലഭിക്കാൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും വചനം നമ്മോട് പറയുന്നത് പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം. ഹെബ്രായ ലേഖനം 12 അധ്യായം 15, 16, 17 വചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. പ്രൈസ് ലോർഡ്. നമുക്ക് ഈ വചനത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. ഹെബ്രായരോട് ഇങ്ങനെയാണ് പറയുന്നത് പൗലോസ്യ, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്ന്. ദൈവകൃപ നഷ്ടപ്പെടാനുള്ള ആദ്യത്തെ മേഖലയാണ് ഈ പറഞ്ഞത്, വിദ്വേഷത്തിൻ്റെ വേര് വളരുന്ന അവസ്ഥ. അത് നമുക്ക് ഉപദ്രവം ചെയ്യും. തുടർന്ന് അതിൽ നിന്ന് നമുക്ക് വിദ്വേഷം ഉണ്ടാകും, നമ്മൾ അശുദ്ധരായി തീരും. അപ്പോൾ നമുക്ക് വിദ്വേഷത്തിൻ്റെ വേര് നമ്മളിൽ നിന്ന് പിഴുതു കളയാൻ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയാതെ മറ്റൊരു മാർഗമില്ല. അപ്പോൾ വിദ്വേഷം എങ്ങനെ ഉണ്ടാകുന്നത്? മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അവരുടെ അസൂയ തോന്നി. അസൂയ തോന്നാത്തവരാരുമില്ല, എല്ലാവർക്കും തോന്നും. ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും, വിശുദ്ധന്മാർക്ക് പോലും അസൂയ തോന്നും. പക്ഷേ അസൂയ പ്രവൃത്തി പദത്തിൽ വരുമ്പോഴാണ് അത് പാപമായിട്ട് മാറുന്നത്. അപ്പോൾ വിദ്വേഷം ഉണ്ടാകും, പകയുണ്ടാകും, വെറുപ്പുണ്ടാകും. അതിനെ തുടർന്ന് പല വിധത്തിലുള്ള പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കാം. അപ്പോൾ വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. അതിനെ തുടർന്ന് പറയുവാണ്, പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ ഏസാവിൻ്റെ കഥയാണ് അവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. അത് ഉൽപ്പത്തി പുസ്തകത്തിലെ കഥ. അതുകൂടാതെ സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകത്തിൽ 18-ാം അധ്യായം 6 മുതൽ 10 വരെ വായിക്കുമ്പോൾ ദാവീദും ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായിരുന്ന സാവൂളും തമ്മിലുള്ള ഒരു വിദ്വേഷത്തിൻ്റെ കഥയുണ്ട്. 1 സാമുവേൽ 18-ാം അധ്യായം 6 മുതൽ 10 വരെ. ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു. അവർ സന്തോഷം കൊണ്ട് മതിമറന്നു. സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. കോപാകുലനായി സാവൂൾ പറഞ്ഞു, അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്കോ 1000. ഇനി രാജത്വമല്ലാതെ എന്താണ് ദാവീദിന് കിട്ടാനുള്ളത്? അന്നു മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ദൈവം അയച്ച ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു. അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ട് കാണുന്നു. ഈ ഭാവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പലരും ശ്രദ്ധിക്കാത്തൊരു മേഖലയാണത്. ദാവീദ് രാജാവിനോട് സാവൂൾ രാജാവിനുണ്ടായ വിദ്വേഷം, ഗോലിയാത്തിനെ കൊന്നതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ദാവീദിനെ പ്രകീർത്തിച്ചുകൊണ്ട് സ്ത്രീജനങ്ങൾ തപ്പടിച്ച് പാട്ടുപാടി നൃത്തമാടി. ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. സാവൂൾ അപ്പോൾ പറയുവാണ്,
അവരെനിക്ക് 1000 തന്നു, ദാവീദിനാകട്ടെ 10,000 കൊടുത്തു തന്നു. ഇനി എന്താണ് അവന് കിട്ടാനുള്ളത്? രാജ്യത്വം കൂടി കിട്ടിയാൽ അവൻ സമ്പൂർണ്ണനായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള പല അസൂയയുടെ മേഖലകളുമാണ് വിദ്വേഷത്തിൻ്റെ മേഖലയിലേക്ക് മാറി തിന്മ പ്രവൃത്തികൾ കൂടുതൽ ചെയ്യാനുള്ള ഉത്സാഹികളായിട്ട് പലരും മാറുന്നത്. ഈ ദുരാത്മാവ് സാവൂളിനെ കൊണ്ട് വലിയ പാപമാണ് ചെയ്യിച്ചത്. അതിനെക്കുറിച്ച് 1 സാമൂവേൽ 22 16 മുതൽ 19 വരെ വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. 1 സാമൂവേൽ 22 അധ്യായം 16 മുതൽ 19 വരെ. സാവൂൾ രാജാവ് പറഞ്ഞു, പുരോഹിതനായ അഹിമേലെക്ക് നീയും നിൻ്റെ കുടുംബവും മരിക്കണം. എന്തുകൊണ്ടാണെന്നുള്ളതാണ് തുടർന്നുള്ളത്. നമുക്കത് ശ്രദ്ധിക്കാം. സാവൂൾ രാജാവ് അടുത്ത് നിന്ന് അംഗരക്ഷകനോട് ആജ്ഞാപിച്ചു, കർത്താവിൻ്റെ ആ പുരോഹിതന്മാരെ കൊന്നുകളയുക. അവരും ദാവീദിനോട് ചേർന്നിരിക്കുന്നു. ദാവീദ് ഒളിച്ചോടിയത് അറിഞ്ഞിട്ടും എന്നെ അറിയിച്ചില്ല. എന്നാൽ കർത്താവിൻ്റെ പുരോഹിതന്മാരുടെ മേൽ കൈവയ്ക്കാൻ രാജഭൃത്യന്മാർ തയ്യാറായില്ല. അപ്പോൾ സാവൂൾ രാജാവ് ഏദോമിനായ ദോയഗനോട് കൽപ്പിച്ചു, നീ ആ പുരോഹിതന്മാരെ കൊല്ലുക. ചണനൂൽ കൊണ്ടുള്ള എഫോദ് ധരിച്ച 85 പുരോഹിതന്മാരെ അന്ന് ദോയഗ് വധിച്ചു. അവരുടെ നഗരമായ നോബ് അവൻ നശിപ്പിച്ചു. പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, ശിശുക്കൾ, ആടുമാടുകൾ, കഴുതകൾ എന്നിങ്ങനെ എല്ലാറ്റിനെയും വാളിനിരയാക്കി. കർത്താവിൻ്റെ അഭിഷിക്തനായിരുന്ന ഇസ്രായേലിൻ്റെ രാജാവായ സാവൂളിൽ വിദ്വേഷത്തിൻ്റെ വേര് വളർന്നപ്പോൾ ചെയ്ത പാപം എത്രയോ കഠിനമാണ് എന്ന് ആലോചിച്ച് നോക്കി. 85ഓളം വരുന്ന ഇസ്രായേലിലെ പുരോഹിതന്മാരെ സാവൂൾ രാജാവ് വധിച്ച് യാതൊരു കാരണവും കൂടാതെ. ദാവീദ് ഒളിച്ചോടിയ വിവരം സാവൂളിനോട് പറഞ്ഞില്ല. ഒരൊറ്റ കാര്യമാണ്, അവർക്ക് സത്യസന്ധമായിട്ടല്ലാണ്ട് പറയാൻ പറ്റില്ല പുരോഹിതന്മാർക്ക്. അവരത് പറയാതിരുന്നതുകൊണ്ട്, ദാവീദ് അങ്ങോട്ട് പോയെന്ന് പറയാതിരുന്നതുകൊണ്ട്, ദാവീദിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ ദാവീദ് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞില്ല. അതിന് അവർക്ക് കൊടുത്ത ശിക്ഷയാണ് അവരെല്ലാവരെയും കൊന്നുകളഞ്ഞ് അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും മൃഗങ്ങളെയും ആടുമാടുകളെയും എല്ലാത്തിനെയും നശിപ്പിച്ച് കളഞ്ഞു. എന്തൊരു കഠോര പാവമാണ് സാവൂൾ രാജാവ് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ ഇത് പ്രവൃത്തിയിൽ ചെയ്തില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ചെയ്യാറില്ലേ മക്കളെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. വിദ്വേഷം വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും മറ്റുള്ളവരുടെ വസ്തുവകകളും മറ്റുള്ളവരുടെ വീടും അതുപോലുള്ള അവരുടെ ബന്ധുക്കളെ എല്ലാം നമ്മൾ നശിപ്പിക്കാറില്ല മനസ്സുകൊണ്ട്. നമുക്ക് പ്രവൃത്തി കൊണ്ട് ചെയ്യാൻ പറ്റും. രാജാക്കന്മാർക്ക് പ്രവൃത്തി കൊണ്ട് ചെയ്യാൻ പറ്റും. അവർ ശക്തിയുള്ളവരാണ്, അധികാരമുള്ളവരാണ്. പക്ഷെ നമുക്ക് അധികാരമില്ലെങ്കിലും നമ്മുടെ മനസ്സിന് അധികാരമുണ്ട്. ആ മനസ്സുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പ്രവൃത്തികളെല്ലാം ചെയ്യാറുണ്ട്. നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന പാവമാണ് ഏറ്റവും വലുത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുക. അസൂയ ആരോടും തോന്നാതിരിക്കുക, വിദ്വേഷം ആരോടും തോന്നാതിരിക്കുക. ചെയ്താൽ നമ്മളെക്കൊണ്ട് അനേകം പാപങ്ങൾ ഈ ദുരാത്മാക്കൾ ചെയ്യിച്ചാൽ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവും. കൃപ എന്നേക്കുമായി നമ്മളിൽ നിന്ന് അകന്നു പോകും. ദൈവത്തിന് എപ്പോഴും നമ്മളെക്കുറിച്ച് ആഗ്രഹമുള്ളത് നമ്മൾ കൃപ നിറഞ്ഞവരായിരിക്കണമെന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കൃപ എന്താണെന്ന്: സഹനം, ക്ഷമ, സഹാനുഭൂതി, സഹിഷ്ണുത, ദൈവസ്നേഹവും പരസ്നേഹവും. ഇതാണ് കൃപ. ഈ 5 മേഖല കൂടിയതാണ് കൃപയെന്ന് പറയുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണം ചോർന്നു പോയാൽ മതി, നമ്മൾ കൃപയില്ലാത്തവരാണ്. കൃപയിൽ നമ്മൾ പരാജയപ്പെട്ടു. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തുടർന്നുള്ള ജീവിതം ഇതെല്ലാം ഉപേക്ഷിച്ച് ജീവിക്കാൻ നമ്മൾ പഠിക്കുക. തുടർന്ന് നമ്മൾ വായിച്ചു കേട്ട ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദവിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ഒരിക്കൽ യാക്കോബ്, ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം 29-34 വരെയുള്ള വചനമാണ്. ഒരിക്കൽ യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏസാവ് വിശന്ന് തളർന്ന് വയലിൽ നിന്ന് വന്നു. ഏസാവ് യാക്കോബിനോട് പറഞ്ഞു, ആ ചെമന്ന പായസം കുറച്ച് എനിക്ക് തരിക, ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. അതിനാൽ ഏസാവിന് ഏദോം എന്ന് പേരുണ്ടായി. യാക്കോബ് പ്രതിവചിച്ചു, ആദ്യം നിൻ്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് വിട്ടുതരിക. ഏസാവ് പറഞ്ഞു, ഞാൻ വിശന്ന് ചാകാറായി, കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം? യാക്കോബ് പറഞ്ഞു, ആദ്യം എന്നോട് ശപഥം ചെയ്യുക. ഏസാവ് ശപഥം ചെയ്തു. ഏസാവ് തൻ്റെ കടിഞ്ഞൂൽ അവകാശം യാക്കോബിന് വിട്ടുകൊടുത്തു. യാക്കോബ് അവന് അപ്പവും പയറ് പായസവും കൊടുത്തു. തീറ്റയും കുടിയും കഴിഞ്ഞ് ഏസാവ് എഴുന്നേറ്റ് പോയി.
അങ്ങനെ ഏസാവ് തൻ്റെ കടിഞ്ഞൂൽ അവകാശം നിസ്സാരമായി കരുതി. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ്? ദൈവം കൊടുത്തതായ ഒരു സ്ഥാനം ഏസാവ് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. ഒന്ന് വയറ് പൊരിഞ്ഞപ്പോഴും. വയറ് വിശന്ന് കഴിഞ്ഞാൽ പലരും പറയും കണ്ടറിയാൻ പറ്റില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അതെല്ലാം സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശപ്പില്ലാത്ത ആരും തന്നെ ഈ ലോകത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും വിശപ്പുണ്ട്, ഏത് ജീവിക്കും വിശപ്പുണ്ട്. പക്ഷേ വിശപ്പ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഭക്ഷണം കിട്ടിയെന്ന് വരില്ല. അതിനുവേണ്ടി ദൈവം തന്നിരിക്കുന്നതായ അനുഗ്രഹങ്ങളെയും കൃപകളെയും അതേപോലുള്ള സ്ഥാനമാനങ്ങളെയും അധികാരങ്ങളെയും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവം തന്നത് സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 3:27 ഉന്നതത്തിൽ നിന്ന് നൽകാതെ ആർക്കും ഒന്നും ലഭിക്കുന്നില്ലെന്ന്. അത്യുന്നത ദൈവമാണ് എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ നൽകുന്നതെന്നാണ് ആ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കിട്ടുന്നതായ സ്ഥാനമാനം നമ്മളുടെ നിസ്സാരമായൊരു വിശപ്പിന് വേണ്ടി തട്ടിത്തെറിപ്പിച്ച് കളയുക എന്ന് പറയുന്നത് എന്തൊരു ഹീനമായ പ്രവൃത്തിയാണത്. ദൈവത്തെ നമ്മൾ അംഗീകരിക്കുകയല്ലേ അത്. അതിനെക്കുറിച്ച് റോമാലേഖനം 1:22 പറയുന്നുണ്ട്, ദൈവത്തെ അംഗീകരിക്കാത്തവരെ അധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം വിട്ടുകൊടുക്കും. തുടർന്ന് ഏസാവ് ചെയ്യുന്നതായ കാര്യങ്ങൾ വളരെ നിയമത്തിന് വിരോധമായിട്ടുള്ള വികാരാധീനനായി യാക്കോബിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് പിന്നീടുള്ള സമയങ്ങളിലെല്ലാം. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? തൻ്റെ വിശപ്പൊന്ന് സഹിക്കാനുള്ള ത്രാണിയില്ലായ്മ. അതാണ് കൃപ ഇല്ലായ്മ. കൃപയിൽപ്പെട്ടതാണ് സഹനം. സഹിക്കാൻ പറ്റിയില്ല വിശപ്പ്. തുടർന്ന് സഹോദരനെ ക്ഷമിക്കാൻ പറ്റിയില്ല. അപ്പോൾ കൃപയിലുള്ള 2 മേഖലകൾ പോയി. അടുത്തത് സഹിഷ്ണുത കാണിക്കാൻ, അതിനെ അതിജീവിക്കാനുള്ള ശക്തിയില്ലാതെയായിപ്പോയി. ആ മേഖലയെ സഹിഷ്ണുത നഷ്ടപ്പെട്ടു. തുടർന്ന് സ്നേഹം, ദൈവത്തോടും പകയായി മനുഷ്യരോടും പകയായി. അതായത് മാതാപിതാക്കന്മാരോടും വെറുപ്പായി, സഹോദരങ്ങളോടും വെറുപ്പായി. മാതാപിതാക്കന്മാരെ ദൈവം തന്നതാണല്ല. 5 കൽപ്പനകൾ നമുക്ക് ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കണമെന്ന് പറയുന്ന 5 കൽപ്പനകളാണ്. അപ്പോൾ മാതാപിതാക്കന്മാരെ അയാൾ വെറുത്ത്. മാതാപിതാക്കന്മാരെ വളരെയേറെ ദണ്ണിപ്പിക്കുന്നുണ്ട് ആ മനുഷ്യൻ ഏസാവ്. അയാളുടെ ഭാര്യമാരും അയാളും കൂടി ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഈ അധ്യായം തന്നെ 25-ാം അധ്യായം വായിച്ചാൽ അറിയാൻ സാധിക്കും. അവരുടെ ഭാര്യമാരും ഏസാവും കൂടി ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. ഇസ്ഹാക്കിൻ്റെ ഭാര്യയായ റബേക്കയെയും ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. അത് വായിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ 1-ാം പ്രമാണ ലംഘനം നമ്മൾ നടത്തി കഴിഞ്ഞു. 2ാമത് സഹോദരനോട് വിദ്വേഷം, സഹോദര സ്നേഹമില്ലായ്മ. 2ാമത്തെ കൽപ്പനയും യേശു ക്രിസ്തു തന്ന 2 കൽപ്പനകളും ഏസാവ് ലംഘിച്ച് എന്നേക്കുമായി കൃപ നഷ്ടപ്പെട്ട മനുഷ്യനായിട്ട് അയാൾ രൂപാന്തരപ്പെട്ടു. എന്തുകൊണ്ടാണ്? ഒരു നേരത്തെ വിശപ്പ് സഹിക്കാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ട്. ഇങ്ങനെയല്ലേ നമുക്കൊക്കെ സംഭവിക്കുന്നത്? നമ്മളും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് അങ്ങനെയല്ലേ? സഹോദരങ്ങൾ വെറുക്കുന്നു, ദൈവത്തോട് മടുപ്പ് തോന്നുന്നു, ദേവാലയത്തിൽ കയറാതിരിക്കുക, ദൈവ ശുശ്രൂഷയിൽ പങ്കെടുക്കാതിരിക്കുക, വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട് നടക്കുക, വീട്ടിലെ കാര്യങ്ങളിൽ പങ്കെടുക്കാതിരിക്കുക, വീട്ടിലെ സഹോദരങ്ങൾ വെറുപ്പും വിദ്വേഷവും പകയെല്ലാം കാണിച്ചുകൊണ്ട് നടക്കുക. കൃപ നഷ്ടമാകുന്ന മേഖലയാണ് മക്കളെ. നമ്മൾ മനസ്സിലാക്കുക. കൃപയിൽ നിലനിൽക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിസ്സാരമായ ക്ഷമ, നിസ്സാരമായ സഹനം, ഇതെല്ലാം നമ്മൾ കാഴ്ചവെക്കാൻ തയ്യാറായാൽ നമ്മൾ കൃപ നിറഞ്ഞവരായിട്ട് ജീവിക്കാൻ പറ്റും. അത് നമുക്കൊരു ശീലമാകും. പ്രൈസ് ലോർഡ്. യേശുവേ നന്ദി. തുടർന്ന് നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ച് കേൾക്കാം. ഒരിക്കൽ യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏസാവ് വിശന്ന് തളർന്ന് വയലിൽ നിന്ന് വന്നു. അവൻ യാക്കോബിനോട് പറഞ്ഞു, ആ ചെമന്ന പായസം കുറച്ച് എനിക്ക് തരിക, ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. അതിനാൽ ഏസാവിന് ഏതോ ഒന്ന് പേരുണ്ടായി. ഇതെല്ലാം നമ്മൾ വായിച്ച് കേട്ടതാണ്. ഇതിൽ നിന്ന് നമുക്കൊരു പാഠം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ദൈവം നൽകിയിട്ടുള്ള എത്ര ചെറിയ സ്ഥാനമാനമാകട്ടെ, അനുഗ്രഹമാകട്ടെ, നിസ്സാരമായി നാം കരുതരുത്. ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനാണെങ്കിൽ മാത്രമേ ദൈവം വലിയ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് വചനം നമുക്ക് പരിശോധിക്കാം. ഇങ്ങനെയാണ് ആ വചനം പറയുന്നത്. ലൂക്കാ സുവിശേഷം 16:10. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും, ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. അപ്പം ദൈവം ഏസാവിന് നൽകിയ കടിഞ്ഞൂലവകാശം അവൻ നിസ്സാരമായി കണ്ടപ്പോൾ ആ അവകാശം മൂലം സഹോദരനായ യാക്കോബിനോട് എന്നേക്കും വിദ്വേഷവും വെറുപ്പും പകയും അവൻ വെച്ച് പുലർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അവൻ അശുദ്ധനായി തീർന്നു. അപ്പം നമുക്കും ഇതേപോലെ സംഭവിക്കാതിരിക്കാൻ സൂക്ഷിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നൽകിയിട്ടുള്ള
ചെറിയ കാര്യം പോലും നിസ്സാരമായി തള്ളിക്കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. തുടർന്ന് നമുക്ക് തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11-12 വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. നമുക്കതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11-12 വചനങ്ങളാണ്. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 31, 1 യോഹന്നാൻ്റെ ലേഖനം 1, 3-ാം അധ്യായം 8 വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. അതിലിങ്ങനെയാണ് പറയുന്നത്. ലൂക്ക 2-ാം അധ്യായം 31. ശിമോൻ ദീർഘദർശി പറഞ്ഞ കാര്യമാണ്. സകല ജനതകൾക്കും വേണ്ടി ദൈവമേ അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ആദ്യത്തെ സാക്ഷ്യമാണ് ശിമോൻ്റെ. രണ്ടാമത് കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്, അതായത് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. 1 യോഹന്നാൻ 3:8. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത്. കൃപയായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ സഹനത്തിലൂടെയും ക്ഷമയിലൂടെയും സഹിഷ്ണുതയിലൂടെയും ദൈവസ്നേഹത്തിലൂടെയും സഹാനുഭൂതിയിലൂടെയും എന്നേക്കുമായി തകർക്കാൻ വേണ്ടിയിട്ടാണ് ദൈവപുത്രനായ യേശു കൃപയായി ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. കൃപയും സത്യവും യേശുക്രിസ്തു വഴിയെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 1:17 പറയുന്നത്. അതനുസരിച്ച് ഞാൻ പറഞ്ഞത് കൃപയെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. അപ്പോൾ കൃപയായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടെങ്കിൽ പിശാചിൻ്റെ എല്ലാ പ്രവൃത്തികളെയും എന്നേക്കുമായി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൃപയായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. നമ്മൾ കൃപ സ്വീകരിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചാൽ നമുക്കും പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. 1 യോഹന്നാൻ 3:8 പറയുന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടതെന്ന്. ദൈവപുത്രൻ എന്ന് പറയുന്നത് കൃപയാണ്. കൃപയും സത്യവുമാണ് ദൈവപുത്രൻ. യേശുക്രിസ്തുവിനെ 2 ഭാഗമായി നമ്മൾ ഡിവിഷൻ ചെയ്താൽ, ഒന്ന് കൃപയും ഒന്ന് സത്യമാവുന്ന വചനവുമാണ്. യോഹന്നാൻ്റെ വിശേഷം 1:17 അത് പറയുന്നുണ്ട്. നിയമം മോശ വഴി നൽകപ്പെട്ട് കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി നൽകപ്പെട്ടു. അപ്പോൾ കൃപയാണ് യേശുക്രിസ്തു. ഈ കൃപ നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും പിശാചിൻ്റെ പ്രവൃത്തികളെ നിർവീര്യമാക്കാൻ പറ്റും. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. തുടർന്ന് പറയുന്നത് കേൾക്കാം നമുക്ക്. നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. എന്താണ് നിർമ്മതത്വം എന്ന് പറയുന്നത്? സൃഷ്ടി ചെയ്യാനുള്ള കഴിവ്. ഇന്നുള്ള മനുഷ്യർക്ക് എപ്പോഴും ആഗ്രഹം എന്താണെന്നറിയാം, എന്തെങ്കിലും പുതിയത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം. അതൊരിക്കലും ദൈവികമല്ലത്, മാനുഷികമായൊരു കാര്യമാണത്. ദൈവികത്വം അതിലില്ല, ഡിവൈൻ മൈൻഡിൽ നിന്നുള്ളതല്ലത്. എപ്പോഴും സൃഷ്ടിക്കണം എന്നുള്ള മൈൻഡ്. അങ്ങനെ ഉള്ളതായ മൈൻഡിൻ്റെ പേരാണ് ബാബിലോണിയൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ആ സ്പിരിറ്റ് നമ്മളിലുണ്ടെങ്കിൽ ലൂസിഫറിൻ്റെതായ അവസ്ഥ നമുക്കും ഉണ്ടാകും. അനുസരണക്കേടിന് നമ്മൾ ഉത്തരവാദികളായിട്ട് മാറും. പുതിയത് ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ ദൈവസഹായത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യേണ്ടത്. ഈ ലോകത്തിൽ അങ്ങനെ ധാരാളം സൃഷ്ടികർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അത് ദൈവികമാണോ മാനുഷികമാണോ അതോ ഡെവിളിഷ് മൈൻഡോടുകൂടി ചെയ്യുന്നതാണോ എന്നെല്ലാം നമ്മൾ പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ല എങ്കിൽ നമ്മൾ ദൈവത്തിന് മുമ്പാകെ ഉത്തരവാദികളായിട്ട് മാറും. കൃപ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കൃപയിൽ നിലനിന്നുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. തുടർന്ന് പറയും ലൗകിക മോഹങ്ങളും എന്നാണ് പറയുന്നത്. അടുത്തത് നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. ഏത്? കൃപ. അപ്പോൾ കൃപ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ പരിശീലിപ്പിക്കുന്നത്? സമചിത്തത, നീതിനിഷ്ഠ, ലൗകിക മോഹങ്ങൾ ഉപേക്ഷിക്കാൻ, നിർമ്മതത്വം ഉപേക്ഷിക്കാൻ, ദൈവഭക്തിയുള്ള ജീവിതം നയിക്കാൻ നമ്മെ പരിശീലിപ്പിക്കുന്നു. ദൈവഭക്തി എന്ന് പറയുന്നത് എന്താണ്? പലർക്കും ദൈവഭക്തി എന്ന് പറയുന്നത് എവിടെയെങ്കിലും പള്ളിയിൽ പോയി കുറേ നേരം കുമ്പിട്ട് കിടക്കുക, കുറേ നേരം കവന്ന് കിടന്ന് പ്രാർത്ഥിക്കുക, കുറേ ഭക്താഭ്യാസങ്ങൾ കാണിക്കുക, ഇതാണ് ദൈവഭക്തി. ഇതൊന്നും ദൈവഭക്തി അല്ല സഹോദരങ്ങളെ. അതൊക്കെ ഭക്ത അഭ്യാസങ്ങളെന്ന് പറയുവാൻ പച്ച മലയാളത്തിൽ പറയുന്ന ഭക്താഭ്യാസങ്ങളെന്നാണ്. ദൈവഭക്തി എന്ന് പറയുന്നത് സുഭാഷിതം 8:13 പറയുന്നു, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. തിന്മ നമ്മുടെ മനസ്സിലും പ്രവൃത്തിയിലും സംസാരത്തിലും ഉണ്ടെങ്കിൽ അതിനെ വെറുക്കണം, നമ്മൾ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കണം. നമ്മൾക്ക് പലർക്കും തിന്മ ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്, തിന്മ വെറുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. തിന്മ നമ്മൾ ചെയ്യില്ലെങ്കിലും
തിന്മയെ ഉള്ളിലിട്ട് താലോലിച്ചുകൊണ്ട് നടക്കും. അത് ദൈവഭക്തിയിൽ പെട്ടതല്ലത്, കപടഭക്തി എന്ന് പറയണം. അതിനെക്കുറിച്ചാണ് കർത്താവായ യേശു നിയമജ്ഞനെയും ഫരിസേരെയും ഇങ്ങനെ വിളിച്ച് കപടഭക്തരായ നിയമജ്ഞരെ ഫരിസേരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞത്. നിങ്ങൾ ഒട്ടകത്തെ വിഴുങ്ങുകയും പിന്നെന്താ ചെയ്യണത്? കൊതുകിനെ അരിച്ചു നീക്കുകയും ചെയ്യുന്നു. ഇതാണോ ഒരു ദൈവഭക്തൻ്റെ ജോലി? അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവികമായിരിക്കണം. അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറയും കപടഭക്തരായ നിയമജ്ഞരെ ഫരിസേയരെ എന്ന് വിളിച്ചതുപോലെ നമ്മെയും വിളിക്കും ദൈവം കപടഭക്തരെയെന്ന്. അതിന് നമ്മൾ ഇടകൊടുക്കരുത്. അപ്പോൾ കൃപ ലഭിച്ചവർക്ക് മാത്രമേ സമചിത്തയോട് നീതിയോടെ ലൗകിക മോഹങ്ങളിൽ മതിമറക്കാതെ ദൈവഭക്തിയോടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവമക്കളായ നമുക്ക് കൃപയില്ലാതെ ഒരിക്കലും പിശാചിൻ്റെ പ്രലോഭനങ്ങളെയും പരീക്ഷകളെയും പ്രവർത്തനങ്ങളെയും പരാജയപ്പെടുത്താൻ കഴിയില്ല. മുൻപറഞ്ഞ വചനത്തിന് അനുസരിച്ച് കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗം ഇന്നും നമ്മുടെ ഇടയിലുണ്ടെന്ന് വിശുദ്ധ പൗലോസിയ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 11 അധ്യായത്തിൽ 2 മുതൽ 5 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്. നമുക്കതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. എങ്ങനെയുള്ളവരാണ്? കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗം ഇന്നും നമ്മോടൊപ്പം ഉണ്ടെന്ന്. റോമാലേഖനം 11 അധ്യായം 2 മുതൽ 5 വരെ ശ്രദ്ധിച്ച് കേൾക്കാം. ഇസ്രായേലിനെതിരായി ദൈവത്തോട് എപ്രകാരമാണ് ഏലിയ വാദിക്കുന്നതെന്ന് ഏലിയായെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. കർത്താവേ, അങ്ങയുടെ പ്രവാചകന്മാരെ അവർ വധിച്ചു, അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു, അവശേഷിക്കുന്നവൻ ഞാൻ മാത്രം. അവർ എൻ്റെ ജീവനെയും തേടുന്നു. എന്നാൽ ദൈവം ഏലിയായോട് മറുപടി പറഞ്ഞത് എന്താണെന്നോ? ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഇക്കാലഘട്ടത്തിലും ഉണ്ട്. അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേര്. 1 രാജാക്കന്മാർ 19 അധ്യായം 18 അതിനെക്കുറിച്ച് പറയുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം 18 വചനം. ബാലിൻ്റെ മുൻപിൽ മുട്ടുമടക്കുകയോ ബാലിനെ ചുംബിക്കുകയോ ചെയ്യാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിക്കും. ബാലിന് മുമ്പിൽ മുട്ടുമടക്കുക എന്ന് പറയുന്നത് എന്താണ്? അവനെ ചുംബിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഈ ലോകത്തിൻ്റെ സുഖത്തിനും ആർഭാടതയ്ക്കും വേണ്ടി ലോകത്തിൻ്റെ അധികാരിയാകുന്ന സാത്താനും പിശാചിനും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ജീവിതവും ഈ ലോകത്തിന് അനുരൂപരായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപരിക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വശം ബദലായിട്ട് നമ്മൾ ദുർമോഹങ്ങളിൽ ഏർപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ള വ്യക്തിത്വം ആകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ ദൈവം പറഞ്ഞതുപോലെ, ഏലിയായോട് പറഞ്ഞതുപോലെ, ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ഓരോ കാലഘട്ടത്തിലും മാറ്റി നിർത്തിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇസ്രായേലിൽ നിന്ന് കർത്താവ് മാറ്റി നിർത്തിയതുപോലെ അവരിൽ ഒരാളാകാൻ വേണ്ടി ഈ കാലഘട്ടത്തിലും കർത്താവ് അങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ അധികാരിയുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത, ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കാതെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവണ്ണം അവിടുത്തെ കൽപ്പനകളും വചനങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ജീവിതം നയിക്കുന്ന 7000 പേരെ ഇന്ന് കർത്താവ് മാറ്റി നിർത്തിയിട്ടുണ്ട്. അവരിൽ ഒരാളാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കേട്ട വചനത്തിനനുസരിച്ച് കുറവുകളുണ്ടെങ്കിൽ തിരുത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുക വഴി നമുക്കൊരുപാട് തിന്മ പ്രവർത്തനങ്ങൾ, ചിന്ത കൊണ്ടുള്ളതും സംസാരം കൊണ്ടുള്ളതും പ്രവൃത്തി കൊണ്ടുള്ളതും എല്ലാം ദൈവം നമുക്ക് പ്രാർത്ഥന വഴി വെളിപ്പെടുത്തി തരും. അതിനാണ് പ്രാർത്ഥിക്കാനായിട്ട് സഭാപിതാക്കന്മാരും ദൈവവും കർത്താവായ യേശുവും എല്ലാം നമ്മളോട് പറയുന്നത്. പ്രാർത്ഥിക്കും മക്കളെ, പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ലൂക്കാസ് വിശേഷം 18:1 യേശു പറയുന്നുണ്ട്, ഭഗ്നാശരാകാതെ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഭഗ്നാശരാകാതെ ഭയം കൊണ്ട് നശിച്ചു പോകരുത്. അതാണ് ഭഗ്നാശൻ എന്ന് പറയുന്നത്. ഭയം വരരുത്. എന്ത് കാര്യം കണ്ടാലും എന്ത് കാര്യം കേട്ടാലും എന്ത് അനുഭവിക്കേണ്ടി വന്നാലും ഭയപ്പെടരുത്. നമ്മൾ ദൈവത്തെ മാത്രമേ ഭയപ്പെടാൻ പാടുള്ളൂ. ഭയം കൊണ്ട് പ്രാർത്ഥനയിൽ ഉപേക്ഷ കാണിച്ച് നിർത്തി പോകരുതെന്നാണ് അതിൻ്റെ അർത്ഥം. ഭഗ്നാശരാകാതെ ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് പ്രാർത്ഥന സമാപിപ്പിക്കാം.
സങ്കീർത്തനം 57:1 നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ ഞങ്ങളുടെ കൃപയുണ്ടാകണമേ. അങ്ങയിലാണ് ഞങ്ങൾ അഭയം തേടുന്നത്. കൃപ സ്വീകരിക്കാനും കൃപയ്ക്കൊത്തവണ്ണം ജീവിക്കാനും ഞങ്ങളെ അവിടെ നിന്ന് യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ജീവിച്ചു വാഴുന്ന കർത്താവായ ദൈവമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ സ്തോത്രം. ദൈവമേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.